ഹായ് ഫ്രണ്ട്സ്, ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണേ. നല്ല നല്ല അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകിട്ട് അരി അരച്ച് ഈസ്റ്റും ചേർത്ത് കലക്കി വെച്ചിരുന്ന് രാവിലെ തേങ്ങ ചേർത്ത് ചുട്ടു. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കലക്കി വെക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലേ, എങ്ങനെയാകും, പുളിക്കോ നല്ലതാകുമോ എന്നോർത്ത്. അതുകൊണ്ട് അപ്പം ചുടുമ്പോഴേ ഒരെണ്ണം ഒന്ന് തിന്ന് നോക്കും അല്ലേ, നല്ലതാണോ എന്നറിയാൻ വേണ്ടി ആദ്യത്തെ അപ്പം നമ്മൾ തന്നെ അങ്ങ് തിന്ന് നോക്കും. അപ്പം നല്ലതാ, കുഴപ്പമില്ല, നല്ല മയമൊക്കെ ഉണ്ട്, നല്ല അപ്പമാണേ. ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തായിരുന്നു, അതുകൊണ്ട് ചുമ്മാ തിന്നാനും നല്ലതാ അപ്പം. എനിക്കപ്പം ഇങ്ങനെ ചുമ്മാ ചൂടോടെ തിന്നുന്ന ഇഷ്ടം, കറി കൂട്ടി തിന്നുന്നതിൽ. അങ്ങനെ അപ്പം ചുട്ടു, മുട്ടക്കറി വെച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനി മുറിയെല്ലാം ഒന്ന് അടിച്ചിടാമെന്ന് കരുതി, അടിച്ച് തുടയ്ക്കുകയും കൂടെ ചെയ്യാം എന്നോർത്തുകൊണ്ടാണേ. തുടച്ചിടാനായിട്ട് ഒരു ഡിറ്റർജൻ്റ് ഉണ്ടേ, അത് കൂട്ടി ഒരു കുറച്ചൊഴിച്ചാൽ മതി. നല്ലതാ, നല്ല മണമുണ്ട്, നല്ല കളറും ഉണ്ട്. അത് ഇച്ചിരി ഒഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടയ്ക്കും. ഇതാണ് എൻ്റെ പണി. തുടച്ചങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചാൽ മതി. അധികം ചെളിയൊന്നും ഇല്ലേ, നല്ല ചെളിയുള്ളപ്പോൾ നന്നായിട്ട് മുക്കി തുടയ്ക്കും. ഇപ്പം ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അങ്ങനെ വരയ്ക്കാതെ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തെ കറിക്കുള്ള നോക്കാം. ഇന്ന് വലിയൊരു തടിയങ്ക ഉണ്ടായിരുന്നു, അത് പറിച്ചുകൊണ്ട് വന്നു. മൂത്തെന്നാണ് തോന്നുന്നത്, കുത്തുകുത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അകത്തോട്ട് കേടുമില്ല ഉണ്ടോ എന്ന് നോക്കണം. തടിയങ്ക തീർന്നു. ഇനിയിപ്പോൾ വേനലായതുകൊണ്ട് ഇനിയും തടിയങ്ക ഉണ്ടാകത്തില്ല. ഇത് മുഴുവൻ വെള്ളമാണ്, 2 ചീഞ്ഞു പോയി. ഇതിന് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, നന്നായിട്ടിരിക്കുന്നു. മൂത്തു, അരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അരിയെടുത്ത് പാകി അടുത്ത വർഷം ഉണ്ടായിക്കോളും. ഇത് തൈര് ഒഴിച്ചൊരു ചാറുകറി വെക്കാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ. പുഴുങ്ങിയെടുത്ത് കറി വെക്കാമെന്ന് ഓർത്താണ്. ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. പുഴുങ്ങി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തൊലി പൊളിഞ്ഞു വരുവേ. തൊലി പൊളിക്കാൻ നല്ല എളുപ്പമുണ്ട്. പുഴുങ്ങിക്കറി വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം പൊളിച്ചെടുത്ത്, തൊലി പൊളിച്ചെടുത്ത് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത്ര ചെറുതായിട്ട് വേണ്ട, ഒരുമാതിരി കഷ്ണമായിട്ട്, ഇറച്ചിക്ക് നോക്കുന്ന പോലെ, ഇറച്ചി കഷ്ണം പോലെ. ഇത് ഇറച്ചിക്കറിയുടെ രുചിയിൽ തന്നെയുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പുഴുങ്ങിയെടുത്ത് കറി വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക രുചിയുണ്ടേ. നമ്മളല്ലാതെ ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ഒഴിച്ച് തീ വെച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. എന്ത് വരുമ്പോഴത്തേനും കുഴഞ്ഞ് ഒരുപാട് നേരം വേണം വേകണമെങ്കിലും. പുഴുങ്ങുവാണെങ്കിൽ ഇപ്പോൾ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ ഇനിയിപ്പം കുഴഞ്ഞു പോകാതെ ഇരിക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കറി വെക്കാം, ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കുക. ആദ്യമായിട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരുന്ന സവോള ചേർക്കാം. ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി കൂടി ചേർക്കാം. ഇഞ്ചി, കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമ്മൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. തീ കുറച്ചിട്ടതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം.
കുറച്ച് മുളക് പൊടി, ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി നിറം കിട്ടാനായിട്ടാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. അങ്ങനെ പൊടികളെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിൽ കുറേ നേരം ഇളക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വരുള്ളേ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണേ. ഉരുളക്കിഴങ്ങിനെ കുറേ നേരം ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല സ്വാദാണ്. ഈ കറി ഉണ്ടെങ്കിൽ ഇറച്ചിക്കറി മാറ്റി വെച്ചിട്ട് ഈ കറി കൂട്ടും, അതുപോലെ നല്ല സ്വാദാണ്. അതിലും എളുപ്പമുണ്ട്, കഴിക്കാനും എളുപ്പമുണ്ട്. ഇറച്ചിക്കറി കടിച്ച് തിന്നാൻ വലിയ ബുദ്ധിമുട്ടല്ല. ഉരുളക്കിഴങ്ങാകുമ്പോൾ നല്ല സ്വാദാണ്, കഴിക്കാനും എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഒഴിക്കാം കേട്ടോ. ഉപ്പ് ഒഴിക്കുന്ന കാര്യം മറന്നുപോയി. ഇനി ഒഴിച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി തോർത്തിയെടുക്കണം. വെള്ളം പറ്റുന്ന വരെ ചെറിയ രീതിയിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇളക്കി മടുക്കുന്നത് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചോറിന് കൂട്ടാൻ സൂപ്പറാണേ. ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്വാദുണ്ടോയെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.